സീതാറാം യെച്ചൂരി അന്തരിച്ചു. അന്ത്യം ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ മാസം 19-ന്. മൃതദേഹം ഇന്ന് എയിംസിൽ സൂക്ഷിക്കും. നാളെ വസന്തകുഞ്ചിലെ വീട്ടിൽ മൃതദേഹം എത്തിക്കും. മറ്റന്നാൾ രാവിലെ മുതൽ AKG ഭവനിൽ പൊതുദർശനം. അന്ന് വൈകുന്നേരം 3-ന് പാർട്ടി നേതൃത്വത്തിൽ നടക്കുന്ന അന്തിമോപചാര ചടങ്ങുകൾക്കു ശേഷം മൃതദേഹം പഠനാവശ്യത്തിനായി എയിംസിന് നൽകും. വിടവാങ്ങിയത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സാധ്യതകൾ തേടുകയും നടപ്പാക്കുകയും ചെയ്ത ധൈഷണിക വ്യക്തിത്വം. സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള പ്രമുഖർ. ഇടതുപക്ഷത്തെ മുന്നോട്ടു നയിച്ച വെളിച്ചമായിരുന്നു യെച്ചൂരിയെന്ന് നരേന്ദ്രമോദി. ഇന്ത്യയെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ വ്യക്തിത്വമെന്ന് അനുസ്മരിച്ച് രാഹുൽ ഗാന്ധി. സമാനതകളില്ലാത്ത മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ബുദ്ധിജീവിയുമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ എതിരാളികൾ പോലും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിത്വമെന്നും പിണറായി. ഞെട്ടിക്കുന്ന വിയോഗമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഇന്ത്യ മുന്നണി രൂപീകരണത്തിൽ കയ്യൊപ്പ് പതിപ്പിച്ച നേതാവെന്ന് VD സതീശൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെയുണ്ടായ വിവാദങ്ങളിലോ മറുപടി പറയാതെ അഴകൊഴമ്പൻ നിലപാട് സ്വീകരിച്ചതോടെ താരസംഘടന അമ്മയിൽ വിമത നീക്കം ശക്തം. പിളർപ്പിലേക്കെന്നും സൂചന. അഭിനേതാക്കൾക്ക് ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടെയുള്ള സംഘടന വേണമെന്ന് അമ്മയിലെ ഒരു വിഭാഗം. പുതിയ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ അമ്മയിലെ 20 അംഗങ്ങൾ ഫെഫ്കയെ സമീപിച്ചതായി സ്ഥിരീകരിച്ച് B ഉണ്ണികൃഷ്ണൻ. തൊഴിൽ നിഷേധിച്ചതിനെതിരായ തന്റെ പരാതിയിൽ പിഴയൊടുക്കിയ ഉണ്ണികൃഷ്ണനെ സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവുമായി സംവിധായകൻ വിനയൻ ഹൈക്കോടതിയിൽ. PV അൻവർ ഉയർത്തിയ പരാതികളിലും തുടർന്നുണ്ടായ വിവാദങ്ങളിലും സർക്കാരിനോ പാർട്ടിക്കോ ഒരു പ്രതിസന്ധിയും ഇല്ലെന്ന ആത്മവിശ്വാസത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. P ശശിക്കെതിരെ PV അൻവർ ഒരു പരാതിയും പാർട്ടിക്ക് എഴുതി നൽകിയിട്ടില്ല. ഘടകകക്ഷികളുടെ അഭിപ്രായം പരിഗണിക്കും. പ്രശ്നങ്ങൾ മാധ്യമ സൃഷ്ടിയെന്നും കുറ്റപ്പെടുത്തൽ. ADGP തെറ്റ് ചെയ്തെങ്കിൽ നടപടി ഉറപ്പെന്ന വാക്ക് ആവർത്തിച്ചും ഗോവിന്ദൻ. അജിത് കുമാറിനെതിരായ നിലപാടിൽ നിന്നും 1 ഇഞ്ച് പോലും മാറാതെ CPI. കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളായ ദമ്പതികൾ പിടിയിൽ. ആലപ്പുഴ കാട്ടൂർ സ്വദേശി മാത്യൂസ്, കർണാടക ഉടുപ്പി സ്വദേശി ശർമിള എന്നിവരെ കസ്റ്റഡിയിലെടുത്തത് മണിപ്പാലിൽ നിന്ന്. സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയത് ദമ്പതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന കലവൂർ കോർത്തുശ്ശേരി ക്ഷേത്രത്തിനു സമീപം പഴമ്പാശ്ശേരിൽ വിൽസന്റെ വീട്ടുവളപ്പിൽ. ഒറ്റയ്ക്കായ ശ്രുതിയെ ചേർത്തു പിടിച്ചും ജെൻസന് കണ്ണീരോടെ വിട നൽകിയും നാട്. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച ജെൻസന്റെ മൃതദേഹം ആണ്ടൂർ നിത്യസഹായ മാതാപ്പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ജെൻസനെ കാണാനെത്തിയത് ആയിരങ്ങൾ. സംസ്കാരം ആണ്ടൂരിലെ പൊതുദർശനത്തിന് ശേഷം. ജെൻസന്റെ മൃതദേഹം ശ്രുതി ചികിത്സയിൽ കഴിയുന്ന കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് കാണിച്ചു. കേരളത്തെയാകെ സങ്കടത്തിലാഴ്ത്തി ശ്രുതി ജെൻസനെ കാണുന്ന ദൃശ്യങ്ങൾ. കൊൽക്കത്ത ബലാത്സംഗ കൊലയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം തുടരവേ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തയ്യാറെന്ന പ്രസ്താവനയുമായി മമതാ ബാനർജി. നിലപാട് വ്യക്തമാക്കിയത് ജൂനിയർ ഡോക്ടർമാരുമായി നടത്താനിരുന്ന ചർച്ച മുടങ്ങിയതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. ഡോക്ടർമാർ എത്താതിരുന്നത് ചർച്ച തത്സമയം സംപ്രേഷണം ചെയ്യണമെന്ന ആവശ്യം സർക്കാർ നിരസിച്ചതോടെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്ന മുൻ നിലപാട് ആവർത്തിച്ചും മുഖ്യമന്ത്രി. മണിപ്പൂരിൽ കലാപം കത്തിപ്പടരവേ ഗവർണർ ലക്ഷ്മൺ ആചാര്യ സംസ്ഥാനം വിട്ടു. ഗവർണറുടെ നീക്കം രാജ്ഭവന് നേരെയും ആക്രമണം ഉണ്ടായതിനു പിന്നാലെ. അസമിന്റെയും ഗവർണറായ ലക്ഷ്മൺ ആചാര്യ ഇംഫാലിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് മാറി. ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനത്തെ സംഘർഷ സാഹചര്യം ധരിപ്പിച്ചേക്കും. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് പോലീസ്. അക്രമ സംഭവങ്ങളിൽ 33 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. DGPയെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭകർ. ചരിത്രത്തിലാദ്യമായി ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുന്ന ബഹിരാകാശ നടത്ത ദൗത്യം വിജയം. പൊളാരിസ് ഡോൺ ബഹിരാകാശ നടത്ത ദൗത്യം പൂർത്തിയായി. ബഹിരാകാശ വാഹനത്തിൽ നിന്നും ആദ്യം പുറത്തിറങ്ങിയത് ജാറെഡ് ഐസക്മാൻ. സാറാ ഗില്ലീസും ബഹിരാകാശത്ത് നടന്നു. രണ്ടുപേരും 7 മിനിറ്റ് വീതം ബഹിരാകാശത്ത് ചെലവഴിച്ചു. കിഴക്കൻ ഉക്രൈനിലുണ്ടായ ആക്രമണത്തിൽ തങ്ങളുടെ 3 പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് റെഡ് ക്രോസ്. 2 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. ആക്രമണത്തിനു പിന്നിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. സഹപ്രവർത്തകർക്ക് എതിരായ ആക്രമണങ്ങളിൽ ശക്തമായി അപലപിക്കുന്നു എന്ന് റെഡ് ക്രോസ്.